السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ കപ്പൽ യാത്രയും ആ കപ്പൽ യാത്രയോട് അനുബന്ധിച്ചുകൊണ്ട് അദ്ദേഹം കെട്ടിയുണ്ടാക്കിയ ഒരു കള്ളക്കഥയും ആ കള്ളക്കഥയെ അടിസ്ഥാനമാക്കിയുള്ള പൊട്ടിക്കരച്ചിലും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കഴിഞ്ഞുപോയ എന്റെ സംസാരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ബദർ ശുഹദാക്കളെ വിളിക്കുവാൻ, അതല്ലെങ്കിൽ മരണപ്പെട്ടുപോയ മൺമറഞ്ഞുപോയ മഹാന്മാരെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തുവാൻ, അതല്ലെങ്കിൽ തവസ്സുൽ നടത്തുവാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സ്വഹീഹായ ഹദീസ് പോലും ഉദ്ധരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള കള്ളക്കഥകൾ, കെട്ടുകഥകൾ ഈ പുരോഹിതന്മാർ സാധാരണ അവതരിപ്പിക്കാറുണ്ട്. പല ഔലിയാക്കന്മാരെ സംബന്ധിച്ചും ഇവർ കൊണ്ടു നടക്കാറുള്ള പല മഹാന്മാരെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള കെട്ടുകഥകളും കള്ളക്കഥകളും ഇവരുടെ മാലമൗലൂദ് കിതാബുകളിലൊക്കെ ഇടം പിടിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവമായി നമുക്ക് വായിക്കുവാനോ പഠിക്കുവാനോ കഴിയുകയുമില്ല. ഇതൊക്കെ ഈ മുസ്ലിയാക്കന്മാർ തട്ടിവിടാറുള്ള കള്ളക്കഥകളും കള്ളക്കറാമത്തുകളൊക്കെ തന്നെയാണ്. ഞങ്ങൾ അതിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും മുസ്ലിയാക്കന്മാർ ആ രംഗത്തേക്ക് ഞങ്ങളെ ഇറക്കുകയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഒന്ന് ഇറങ്ങുക വേണ്ടുള്ളൂ. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ അങ്ങ് തെളിയിച്ചങ്ങ് തരാം. ഏതായിരുന്നാലും ഈ ബുഖാരി തങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അതിനെ ഖണ്ഡനം ചെയ്തുകൊണ്ടും ആ വിഷയത്തിന് തെളിവുദ്ധരിക്കുവാൻ ചില മുസ്ലിയാക്കന്മാർ രംഗത്ത് വരികയുണ്ടായി. അതിൽ ഒരു മുസ്ലിയാർ ഇവിടെ ഉദ്ധരിച്ച ഒരു തെളിവേതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു അന്ധനായ മനുഷ്യൻ കടന്നു വരുന്നു. അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അന്ധനാണ്, എന്റെ കണ്ണിന് കാഴ്ചയില്ല, റസൂലെ താങ്കൾ പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പോയി ഒളുവെടുക്കാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം ഒളുവെടുത്തു വരുന്നു, നമസ്കരിക്കുന്നു. ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുസ്ലിയാർ ഇവിടെ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ നടത്തിയ ആ പച്ചയായ ശിർക്കൻ സമ്പ്രദായത്തിന് ഈ സംഭവമാണത്രേ തെളിവ്. ഇതാണ് മുസ്ലിയാക്കന്മാർ കൊണ്ടുവരാറുള്ള തെളിവുകളുടെ കോലം. ഇതാണ് ശ്രോതാക്കൾ വളരെ കൃത്യമായി പഠിച്ചു വെക്കുക. വഫാത്തായി പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കാണോ ഈ അന്ധനായ മനുഷ്യൻ കടന്നു വന്നത്? ജീവിച്ചിരിക്കുന്ന പ്രവാചകന്റെ അരികിലേക്ക് ഈ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്ന സംഭവം അതെങ്ങനെയാണ് ബദർ ശുഹദാക്കളെ വിളിക്കാൻ തെളിവാവുക? ഞാൻ കുറെ സമയം ആലോചിച്ചു, എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വഫാത്തായി പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ അന്ധനായ മനുഷ്യൻ ദൂരദിക്കിൽ നിന്ന് വിളിച്ചാൽ നിങ്ങളുടെ ഇസ്തിഗാസയ്ക്ക് തെളിവാണ് മുസ്ലിയാക്കന്മാരെ. അങ്ങനെയുള്ള സംഭവത്തെയല്ലേ തെളിവായി നിങ്ങൾ ഉദ്ധരിക്കേണ്ടത്? ഇവിടുത്തെ ഈ സംഭവം എങ്ങനെയാണ് ഈ മുസ്ലിയാർക്ക് തെളിവാവുക? ഞാൻ എന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി ചോദിച്ചു. ഈ സംഭവം ഒരിക്കലും നമുക്ക് തെളിവാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. വഫാത്തായി പോയ പ്രവാചകന്റെ ഖബറിന്റെ അരികിലേക്കോ അതല്ലെങ്കിൽ ദൂരദിക്കിൽ നിന്ന് എവിടെ നിന്നോ ഈ അന്ധനായ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകരെ സഹായിക്കണേ, എന്റെ അന്ധതയെ മാറ്റുവാൻ വേണ്ടി താങ്കൾ എന്ന് പ്രാർത്ഥിക്കണമേ എന്നാവശ്യപ്പെട്ട സംഭവമാണെങ്കിൽ മുസ്ലിയാരെ അതിവിടെ ഉദ്ധരിക്ക്. ജീവിച്ചിരിക്കുന്ന പ്രവാചകന്റെ അരികിലേക്ക് പല സന്ദർഭങ്ങളിലും സ്വഹാബികൾ കടന്നുപോയിട്ടുണ്ട്. ആ പ്രവാചകനോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ബദർ ശുഹദാക്കളുമായി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സംഭവത്തെ അതിലേക്ക് കൂട്ടിക്കെട്ടാൻ കഴിയുക? തെളിവുകളില്ലെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞു പോകൂ, തെളിവില്ല. ഈ ജാതി ഈ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ കണ്ട അല്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെയുള്ള കെട്ടുകഥകൾ മാത്രമേ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളൂ എന്ന് പറഞ്ഞ് ഇത്തരം വിഷയത്തിൽ തെളിവുകളില്ലെങ്കിൽ തെളിവുകളില്ല എന്ന് പറയുക, അതല്ലേ മാന്യത? അതല്ലേ മാന്യമായ നിലക്കുള്ള സംസാരം?
ഇതിങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത, ഒരു നിലയ്ക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവത്തെ ഉദ്ധരിച്ചിട്ട് അതാണത്രേ തെളിവ്. മുസ്ലിയാക്കന്മാരെ, ഇത് മുജാഹിദുകളാണ്. മുജാഹിദുകളുമായി നിങ്ങൾ സംവദിക്കുമ്പോഴും മുജാഹിദുകൾക്കെതിരെ ഖണ്ഡനം പറയുമ്പോഴും തെളിവുദ്ധരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അത് പിടിക്കും. അത് നിങ്ങളുടെ കൂട്ടത്തിലെ ഏത് മൗലാനമാര് വന്നിട്ടും കാര്യമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രമാണം നിങ്ങൾ ഹാജരാക്കണം. ആ പ്രമാണം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നുവെങ്കിൽ മുജാഹിദുകൾ അത് സ്വീകരിക്കും. അതാര് പറഞ്ഞാലും നിങ്ങളുടെ കൂട്ടത്തിലെ മുദ്രിസീങ്ങളോ മുതഅല്ലിമീങ്ങളോ ആ പ്രമാണം ഹാജരാക്കിയാൽ ഞങ്ങൾ സ്വീകരിക്കും. പക്ഷേ ഇതെങ്ങോട്ട് ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കുന്ന തെളിവുകൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇനി ഏതുമാകട്ടെ, ഞാൻ കഴിഞ്ഞ എന്റെ സംസാരത്തിൽ നടത്തിയ ഖണ്ഡനത്തിന് മറുഖണ്ഡനമായി വന്ന മുസ്ലിയാർ അദ്ദേഹം പറയുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന ഭാഗം ശ്രോതാക്കൾ കേൾക്കുക. അദ്ദേഹം പറയട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അടുത്ത് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉപ്പാപ്പാക്ക് എതിരെ മുജാഹിദുകൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ അതിനൊരു മറുപടി എന്നോണം വിനീതനായി ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് ഇറക്കുകയുണ്ടായി. അതിൽ ഞാൻ ഓതിയ ഒരു ഹദീസ് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന ഒരു സ്വഹാബി, കണ്ണ് കാണാത്ത സ്വഹാബി റസൂലുള്ളാഹിനോട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തൊരു സംഭവം ഞാൻ ഉദ്ധരിച്ചു. മുജാഹിദുകൾ എന്ത് കണ്ടാലും ലൈഫാക്കുക, അല്ലെങ്കിൽ അതിൽ ബലഹീനമാണ്, ഈ ഹദീസ് സ്വീകാര്യോഗ്യമല്ല എന്ന് പറയുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. ചിലപ്പോൾ ആയത്തോതിയാലും ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞുവിടും അത് ലൈഫാണെന്ന്. അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടു. പൊന്ന് സനീർ സലാഹി, കിതാബിന്റെ പേരെങ്കിലും ഒന്ന് വായിക്കാൻ പഠിക്കുക. ഇബ്നു ഹജർ തങ്ങളുടെ കിതാബിന്റെ പേര് തഖരീബ് തഹദീബ് എന്നാ. നിങ്ങൾ പറഞ്ഞല്ലോ അബൂ ജഅഫർ റാസി എന്ന് പറയുന്ന വ്യക്തി ഹദീസിന്റെ പരമ്പരയിൽ ബലഹീനമാണ് എന്നൊക്കെ പറഞ്ഞു വന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസിന്റെ പരമ്പരയിൽ അബൂ ജഅഫർ റാസിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ അടുത്ത വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചോളി. ഇത് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവിടുത്തെ മുസ്നദിലും ബഹുമാനപ്പെട്ട ഇമാം തുർമുദി അവിടുത്തെ സ്വഹീഹിലും നിങ്ങളുടെ പണ്ഡിതന്മാരായ ഇബ്നു തൈമിയും അൽബാനിയും ഒക്കെ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഏതിലെങ്കിലും അബൂ ജഅഫർ റാസി എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇവിടെ പറഞ്ഞ അബൂ ജഅഫർ ആരാണ്? ഉമൈർ ബിൻ യസീദ് ബിൻ ഉമൈർ ബിൻ ഹബീബ് അൽ അൻസാരി എന്ന് പറയുന്ന വ്യക്തിയാണ്. അഥവാ അബൂ ജഅഫർ അൽ ഖത്തുമി എന്ന് പറയുന്ന വ്യക്തിയാണ്. നിങ്ങൾ പറയുന്ന പോലെ അബൂ ജഅഫർ റാസി അല്ല ഈ ഹദീസിന്റെ പരമ്പരയിലുള്ളത്. ഈ അബൂ ജഅഫർ ഖത്തുമി എന്ന് പറയുന്ന വ്യക്തി സ്വീകാര്യയോഗ്യനാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ തഖരീബ് തഹദീബിൽ പറയുന്നത്. നിങ്ങളുടെ ലൈഫിന്റെ പൂതി മാറിയില്ലേ? എന്താണ് സഹോദര? ഇമാം തുർമുദി തങ്ങൾ അവിടുത്തെ കിതാബിലും പറയുന്നുണ്ട് ഇതാരാണെന്ന്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സിഖാത്തിന് നിങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞാലല്ലേ, നിങ്ങളുടെ ഇബ്നു തൈമിയ എന്ന് പറയുന്ന പണ്ഡിതൻ ഖായിദത്തുൻ ജലിയ ഫി തവസ്സുലി വൽ വസിയ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഈ ഹദീസിനെ കുറിച്ചിട്ട് പറയുന്നു, വസായിറുൽ ഉലമാഇ, എല്ലാ പണ്ഡിതന്മാരും ഖാലു, അവർ പറഞ്ഞു, ഹുവ അബൂ ജഅഫറുൽ ഖത്തുമി, ഈ ഹദീസിൽ പറഞ്ഞ അബൂ ജഅഫർ ആരാണ്? അബൂ ജഅഫറുൽ ഖത്തുമിയാണ് എന്ന് മാത്രമല്ല വഹുവ സവാബു, അതാണ് ശരിയെന്നും ആരാ പറഞ്ഞെന്നറിയോ? ഇബ്നു തൈമിയാണ്. ഇനി മേലെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് സുന്നികൾക്കെതിരാണെന്ന് കണ്ടാൽ അപ്പൊ വന്നിട്ട് സുന്നികൾക്ക് അനുകൂലമാണെന്ന് കണ്ടാൽ അപ്പൊ വന്ന് ലൈഫാണെന്ന് പറഞ്ഞു കണ്ട് എന്താ തടി സലാമത്താക്കരുത്. ഇതെല്ലാ വഹാബികൾക്കുള്ള സ്വഭാവമാണ്. ഇനി മേലിൽ അത് ആവർത്തിക്കരുത്. ചിന്തിച്ചിട്ട് നമ്മുടെ ബഹുമാനനായ മുസ്ലിം അദ്ദേഹത്തിന് ഞാൻ എല്ലാ ബഹുമാനവും കൊടുക്കുകയാണ്. ഇനി അത് കുറഞ്ഞു പോയി എന്നുള്ള ഒരു സങ്കടവും വിഷമം അദ്ദേഹത്തിന് വേണ്ട. അദ്ദേഹം ഇവിടെ പറഞ്ഞ വിഷയം എന്താ? അതായത് ആയത്തോതിയാലും ചിലപ്പോൾ ആയത്ത് ലൈഫാണ് എന്ന് ഞങ്ങൾ പറയുമെന്നാണ്. മുസ്ലിയാക്കന്മാരെ, ഞങ്ങള് മുജാഹിദുകളാണ്. ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ കൃത്യമായ ബോധമുള്ളവരാണ്. അതല്ലാതെ സ്വബോധമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളുകളല്ല. ഇവിടെ ഇപ്പൊ നിങ്ങൾ ചെയ്തു വെച്ച പണി എന്താ? അള്ളാഹുവിന്റെ പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുണ്ടായ ഒരു സംഭവത്തെ കൊണ്ടുവന്ന് ബദർ ശുഹദാക്കളെ വിളിക്കാൻ തെളിവാക്കുകയാണ്. ഇനി അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ, വഫാത്തായി പോയ പ്രവാചകനെ വിളിക്കാൻ, ഇതൊക്കെയാണ് അത്ര തെളിവ്. എവിടുന്നാ മൂല്യാക്കന്മാരെ നിങ്ങൾ ഈ ഇറങ്ങി വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നിങ്ങളെ പരിഹസിക്കുകയോ കളിയാക്കുകയല്ല. ഇത് എന്തൊരു വിഡ്ഢിത്തരമാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്. ഒരു സംഭവത്തെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ വിഷയവുമായി ബന്ധം വേണ്ടേ? കപ്പൽ യാത്ര നടത്തിയ നിങ്ങളുടെ വലിയൊരു മൗലാന ബദർ ശുഹദാക്കളെ വിളിച്ചു, അവരെ തവസ്സുൽ നടത്തി. അതിനാണോ ഈ സംഭവം തെളിവ്? ഇതെങ്ങനെ തെളിവാകും? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഞാന് എന്റെ കഴിഞ്ഞുപോയ സംസാരത്തിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹദീസ് സ്വഹീഹ് ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തെളിവല്ല. നിങ്ങൾ ഈ പറഞ്ഞ ഇസ്തിഗാസയ്ക്കായാലും തവസ്സുലിനായാലും ഇത് തെളിവേ അല്ല. അതെങ്ങനെ തെളിവാകും? ഒന്ന് ഏച്ചുകെട്ടി കാണിച്ചേ. നിങ്ങൾ ഏച്ചുകെട്ടി കാണിക്ക് ഇതെങ്ങനെ തെളിവാകുമെന്ന്.
അപ്പൊ ഇത് തെളിവല്ല. ഇനി അഥവാ ആണെങ്കിൽ തന്നെയും ഈ ഹദീസ് ദുർബലമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് വെറുതെ പറഞ്ഞല്ല, ഞങ്ങൾ ഏതെങ്കിലും ഞങ്ങൾ എഴുതി വെച്ച കിതാബിൽ നോക്കിയിട്ട് പറഞ്ഞല്ല. അത് കൃത്യമായി ഞങ്ങൾ തെളിയിച്ചു തരും. ഞാൻ എന്റെ സംസാരത്തിലേ പറഞ്ഞു, ഞാൻ തെളിയിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ എന്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞു വെച്ചത് ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തക്രീബിലും അദ്ദേഹത്തിന്റെ തഹ്ദീബിലും ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ഉദ്ധരിക്കപ്പെട്ട റാവിയെ സംബന്ധിച്ച് അവിടെ ഒരു ചർച്ച പറയുന്നുണ്ട്. അദ്ദേഹം കൃത്യമായി അവിടെ നിരൂപണം നടത്തുന്നുണ്ട്. ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം വന്ന് പറയുക എന്നോട്, അല്ല എന്റെ പുന്നാര സലാഹി, ഇവിടെ തക്രീബ് എന്ന് പറയുന്ന പുസ്തകം തഹ്ദീബ് എന്ന് പറയുന്ന പുസ്തകം എന്നാണെന്ന് ഞാൻ പറഞ്ഞത്. രണ്ട് ഗ്രന്ഥങ്ങൾ, ഇമാം ഇബ്നു ഹജറിന്റെ രണ്ട് ഗ്രന്ഥങ്ങളെ പറ്റി ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, രണ്ട് ഗ്രന്ഥങ്ങളില്ല, സലാഹി കിതാബിന്റെ പേരൊക്കെ ഒന്ന് പഠിച്ചിട്ടു വാ. ഇവിടുത്തെ കിതാബ് തക്രീബ് തഹദീബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. അതെനിക്ക് മാറിപ്പോയത്. തക്രീബ് തഹദീബ് എന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഞാൻ പിരിച്ചങ്ങോട്ട് പറഞ്ഞു, തക്രീബ് തഹദീബ് രണ്ട് ഗ്രന്ഥമാക്കി എന്നാണ് മുസ്ലിയാരുടെ ആരോപണം. മുസ്ലിയാരെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ മൗലിയാക്കന്മാരല്ല. ഞങ്ങൾക്ക് തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും ഈ നിലയ്ക്കുള്ള മതം വിറ്റുള്ള വാണിജ്യവും ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ ചെയ്യുന്ന ആത്മീയ ചൂഷണവും ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ നിങ്ങളുടെ തന്നെ ഖലീൽ ബുഖാരി തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ചൂഷണമുണ്ടല്ലോ, ഈ ലൈലത്തുൽ ഖദറിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആ ജാതി പണിയെടുക്കുന്നവരെല്ലാം മുജാഹിദുകൾ. പിന്നെയോ കൃത്യമായിട്ട് അങ്ങ് പഠിപ്പിച്ചു തരും. ഇവിടെ ഞാൻ പറഞ്ഞു, ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ്ക്ക് രണ്ട് ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് തക്രീബ് എന്ന പേരിലും മറ്റൊന്ന് തഹദീബ് എന്ന് പറയുന്ന പേരിലും അറിയപ്പെടുന്ന രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞ കാര്യം, ഈ മുസ്ലിയാർ പറഞ്ഞത് എനിക്ക് കിതാബ് തിരിയുന്നില്ല, കിതാബ് അറിയില്ല. മൂല്യാരെ, നിങ്ങൾക്കാണ് അറിയാത്തത്. നിങ്ങളാണ് ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹയുടെ കിതാബ് കാണാത്തവർ. നിങ്ങളാണ്. ഞങ്ങൾ കണ്ടവരാ, ഞങ്ങൾ കണ്ട് വായിച്ചവരാണ്. ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ്ക്ക് രണ്ട് കിതാബുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നാമത്തെ കിതാബിന്റെ പേര് തഹദീബ് തഹദീബ്. എഴുതി വെച്ച് പഠിച്ചോ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ദർസിൽ വന്നിരുന്നാൽ ഇങ്ങനെ കുറെ കിതാബിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യും, പരിചയപ്പെടാൻ കഴിയും. ഏതാണ് കിതാബിന്റെ പേര്? തഹദീബ് തഹദീബ് എന്ന് പറയുന്ന കിതാബ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇമാം ഇബ്നു ഹജറിന്റെ തഹദീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. ഇതേ ഇബ്നു ഹജറിന്റെ മറ്റൊരു ഗ്രന്ഥമാണ് തക്രീബ് തഹദീബ്. മനസ്സിലായോ? രണ്ട് ഗ്രന്ഥങ്ങൾ, ഒന്ന് തഹദീബ് തഹദീബ് എന്ന് പറയുന്ന ഗ്രന്ഥം, രണ്ട് തക്രീബ് തഹദീബ് എന്ന് പറയുന്ന ഗ്രന്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ രണ്ട് ഗ്രന്ഥങ്ങളെയും പരാമർശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അതിൽ ഒന്നാമത്തെ ഗ്രന്ഥം തഹദീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും തക്രീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആ കിതാബ് തിരിയാത്തത് എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കാണ് മൗലിയാരെ തിരിയാത്തത്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ്ക്ക് രണ്ട് ഗ്രന്ഥങ്ങളുണ്ട്. തഹദീബ് തഹദീബ് എന്ന് പറയുന്ന ഗ്രന്ഥവും തക്രീബ് തഹദീബ് എന്ന് പറയുന്ന ഗ്രന്ഥവും. ഈ രണ്ട് ഗ്രന്ഥങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. ആ രണ്ട് ഗ്രന്ഥത്തെ പറ്റി അറിയാതെ മുസ്ലിയാർ എനിക്ക് കിതാബ് തിരിയുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ മൗലിയാരെ, ഇപ്പൊ ആർക്കാ കിതാബ് തിരിയാത്തത്? നിങ്ങൾക്കല്ലേ. ഇങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ പിടിക്കുക. മനസ്സിലായോ? ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും ഇമാം ഇബ്നു ഹജർ അസ്കലാനി ഇതിൽ ഉദ്ധരിക്കപ്പെട്ട റാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വെച്ച വാചകം ഞാൻ കേൾപ്പിക്കാം. ഇവിടെ ഈ മുസ്ലിയാർ ഉദ്ധരിച്ച ഈ ഹദീസിന്റെ സനദിൽ അബൂ ജഅഫർ റാസി ഉണ്ട് എന്ന് തെളിയിക്കണമെന്നാണ് എന്നോട് അദ്ദേഹം വെല്ലുവിളി സ്വരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വെല്ലുവിളി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. അബൂ ജഅഫർ റാസി അദ്ദേഹം തെളിയിച്ചാൽ മതിയല്ലോ. ഇവിടെ ഒന്നാമതായി ഞാൻ പറഞ്ഞു, ഈ സംഭവം നിങ്ങൾക്ക് തെളിവല്ല. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി തരാം. ഒന്നാമതായി ഈ ഹദീസ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ, ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ, ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ സുനനിൽ, ഇമാം നസായി അദ്ദേഹത്തിന്റെ സുനനിൽ കുബ്രയിൽ ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഹദീസിൽ അബൂ ജഅഫർ ഈ സനദ്, ഇതിന്റെ റിപ്പോർട്ടർമാരുടെ ഇതിന്റെ സനദിൽ അബൂ ജഅഫർ എന്നൊരാളെ കാണുന്നുണ്ട്. ആ അബൂ ജഅഫർ ആരാണ് എന്ന് പണ്ഡിത ലോകത്ത് ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ അബൂ ജഅഫർ റാസിയാണോ
അതല്ല അബൂ ജഅഫർ അൽ മദനി അൽ ഖത്തമിയാണോ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ച. അബൂ ജഅഫർ റാസി ആണെങ്കിൽ അദ്ദേഹത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയത്. അതേ സന്ദർഭത്തിൽ അബൂ ജഅഫർ അൽ മദനി അൽ ഖത്തമിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ സ്വീകരിക്കാമെന്നും പണ്ഡിത ലോകം വിധി പറയുന്നു. അപ്പോ ഈ ഹദീസിൽ അബൂ ജഅഫർ എന്ന് കാണുകയും ചെയ്യുന്നു. ഇതിൽ അബൂ ജഅഫർ റാസിയാണ് എന്ന് ആര് പറഞ്ഞു എന്നാണ് മുസ്ലിയാരുടെ വെല്ലുവിളി. മുസ്ലിയാരെ ഇമാം തുർമുദി അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കണ്ടേ? ഇമാം തുർമുദി ഈ ഹദീസിന്റെ അടിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ച വാചകം അത് ലാ നഅരിഫുഹു ഇല്ലാ മിൻ ആദൽ വജ്ഹ് മിൻ ഹദീസി അബീ ജഅഫർ വഹുവ ഖൈറുൽ ഖത്മി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഖത്മി അല്ല, ഏത് ഈ പരാമർശിക്കപ്പെട്ട അബൂ ജഅഫർ അൽ മദനി അൽ ഖത്മി അല്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. പിന്നെ ആരാ? അബൂ ജഅഫർ റാസി. അതാണ് ഇമാം തുർമുദി അബൂ ജഅഫർ റാസിയാണ് രേഖപ്പെടുത്തി. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇമാം തുർമുദി അങ്ങനെ പറഞ്ഞില്ല എന്നാണോ? എന്നാൽ അതുകൊണ്ടാണ് ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ തഹദീബ് തഹദീബ് ഞാൻ ഉദ്ധരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഇബ്നു ഹജറിന്റെ മറ്റൊരു ഗ്രന്ഥമായ തഖ്രീബ് തഹദീബ് ഞാൻ ഉദ്ധരിച്ചത്. രണ്ട് ഗ്രന്ഥവും മുസ്ലിയാർക്ക് മനസ്സിലായില്ല. മുസ്ലിയാര് എനിക്ക് കിതാബ് തിരിഞ്ഞില്ല എന്നാണ് മുസ്ലിയാർ പറയാൻ ശ്രമിച്ചത്. കേട്ടോ, കാല തുർമുദി ലൈസ ഹുവൽ ഖത്തമി. ആര് പറഞ്ഞു? ഇമാം ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തിന്റെ തഹദീബ് തഹദീബിന്റെ 12-ാം വാള്യം 58-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞു വെച്ച വാചകമാണ്. അതേപോലെ തക്രീബിലും അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇമാം ഇബ്നു ഹജറിന്റെ തക്രീബ് 1-ാം വാള്യം 629-ാമത്തെ പേജിൽ കാല തുർമുദി ലൈസ ഹുവൽ ഖത്തമി എന്ന് ഇമാം തുർമുദിയുടെ വാചകം ഇമാം ഇബ്നു ഹജർ അസ്കലാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിയാരെ, ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ? എനിക്ക് കിതാബ് തിരിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ആർക്കാണ് കിതാബ് തിരിയാത്തത്? നിങ്ങൾക്കല്ലേ? ഇമാം ഇബ്നു ഹജറിന്റെ തഹദീബ് തഹദീബ് എന്ന് പറയുന്ന ഗ്രന്ഥവും തഖ്രീബ് തഹദീബ് എന്ന് പറയുന്ന ഗ്രന്ഥവും തിരിയാത്തത് ആർക്കാണ്? നിങ്ങൾക്കാണ് മുസ്ലിയാരെ, എനിക്കല്ല. ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഉണ്ട്. നിങ്ങൾ പറഞ്ഞു ഇല്ല, തഖ്രീബ് തഹദീബേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല, രണ്ട് ഗ്രന്ഥങ്ങളും അതിന്റെ പേജ് സഹിതം ഞാൻ പറഞ്ഞു. അബൂ ജഅഫർ റാസി അദ്ദേഹമാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത്. അബൂ ജഅഫർ റാസി ആണ്. അബൂ ജഅഫർ അൽ മദനി ഖത്തമി അല്ല എന്ന് ഇമാം തുർമുദി രേഖപ്പെടുത്തി വെച്ച വാചകം ആര് പറഞ്ഞു? ഇബ്നു ഹജർ അദ്ദേഹത്തിന് രണ്ട് ഗ്രന്ഥങ്ങളിലും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തഹദീബിലും തഖ്രീബിലും പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായോ മുജാഹിദുകൾ പറഞ്ഞത് എന്താണ് എന്നും മുജാഹിദുകൾ പറഞ്ഞ വിഷയം തെളിവുള്ളതാണെന്നും മനസ്സിലായ മുസ്ലിയാരെ? നിങ്ങൾ വെല്ലുവിളിച്ച ഞങ്ങൾ പേടിക്കുമെന്ന് കരുതിയോ? നിങ്ങൾ വെല്ലുവിളിച്ച ഞങ്ങൾ സ്വീകരിക്കും. ഇബ്നു ഹജറിന്റെ രണ്ട് ഗ്രന്ഥങ്ങൾ കൊണ്ട് തെളിയിച്ചു. അതേപോലെ തന്നെ ഇമാം തുർമുദി അദ്ദേഹം തന്നെ ഹദീസിന്റെ അടിയിൽ ആ സംഭവത്തിന്റെ അടിയിൽ അദ്ദേഹം കൊടുത്ത വാചകം കേൾപ്പിച്ചുകൊണ്ടും ഞാൻ ഇവിടെ ഉദ്ധരിച്ചു. ഇനി ഇത് നിങ്ങൾ സഹിയാക്കി എടുത്തോളി. ശൈഖുൽ ഇബ്നു തൈമിയ്യ സഹിയാക്കി. ഇമാം മുസ്നദ് അഹ്മദിൽ തന്നെ അതിൽ സഹിയാണെന്ന് പറഞ്ഞു. ഇമാം അൽബാനി സഹിയാക്കി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സഹി ആയിക്കോട്ടെ. ഇതെങ്ങനെ നിങ്ങൾക്ക് തെളിവാകും? ബദർ ശുഹദാക്കളെ വിളിക്കാൻ ഈ സംഭവം നിങ്ങൾക്ക് എങ്ങനെയാണ് മുസ്ലിയാരെ തെളിവാകുക? അത് പറയും. നിങ്ങൾ ഖണ്ഡനത്തിന് വാ. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഖണ്ഡനം പറയുമ്പോൾ നിങ്ങൾക്ക് തെളിവാണെന്ന് നിങ്ങൾ തെളിയിക്ക്. അതെങ്ങനെയാണ് തെളിവാവുക? അതും പറയണം. ഈ സംഭവം നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ. ഈ സംഭവം ഉദ്ധരിക്കുന്ന ഇമാം ബൈഹഖി. ഈ സംഭവത്തെ ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിന്റെ ദലാഇലുൻ നുബുവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന ഈ അന്ധനായ മനുഷ്യൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥന അദ്ദേഹം ചൊല്ലി തിരികെ പോകുമ്പോൾ അദ്ദേഹത്തിന് കശഫലഹു അൻ ബസ്രിഹി കാഴ്ച തിരികെ ലഭിക്കുന്നു. ഇത് ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ദലായിലുൻ നുബുവയിൽ ഉദ്ധരിച്ചത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഇത് പ്രവാചകന്റെ മോചിസത്തായ ഒരു സംഭവമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്.
മുസ്ലിയാരെ, പ്രവാചകന്റെ മോചിതത്തായ ഈ സംഭവം ഇതെങ്ങനെയാണ് ബദർ ശുഹദാക്കളെ വിളിക്കാൻ തെളിവാക്കാൻ കഴിയുക? സ്വഹീയാക്കി എടുത്തോളി, ഞങ്ങൾ തരാം, സമ്മതിക്കുന്നു. സ്വഹീഹ് തന്നെ, ബാക്കിയുള്ളതൊക്കെ മാറ്റിവെച്ചോ. ഇത് നിങ്ങൾക്ക് തെളിവാകുമോ? നിങ്ങൾക്ക് തെളിവാകില്ല, തെളിവാക്കിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഈ ഹദീസിനെ മുഹദ്ദിസുകൾ ഏതൊക്കെ ബാബുകളിൽ കൊണ്ടുവരുന്നു? ഇമാം ഇബ്നു ഖുസൈമ അദ്ദേഹം കൊണ്ടുവരുന്ന ബാബ് ഏതാ? ബാബു സ്വലാത്ത് തർഗീബ് വതർഹീബ് എന്ന് പറയുന്ന ബാബിലാണ്. തവസ്സുൽ നടത്തുവാനാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാനാണോ? പ്രവാചകനെ ഇസ്തിഗാസ നടത്തുവാൻ ഇത് തെളിവാണ് എന്ന് പറയുന്ന ബാബിലാണോ? ആണോ മുസ്ലിയാക്കന്മാരെ? നിങ്ങൾ നുണ പറയുക. ഈ ശിർക്കൻ വിശ്വാസത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുവാനും വഫാത്തായി പോയ പ്രവാചകനടക്കമുള്ള പ്രവാചകന്മാരെ വിളിക്കുവാനും അതേപോലെ തന്നെ ബദറിൽ രക്തസാക്ഷികളായ ബദർ ശുഹദാക്കളെ വിളിക്കുവാനും ഇതൊരിക്കലും തെളിവാക്കാൻ സാധ്യമല്ല. മുഹദ്ദിസുകൾ ഏതൊക്കെ ബാബിൽ ഉദ്ധരിച്ചോ? ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ ബാബു മാജ ഫി സ്വലാത്തുൽ ഹാജ എന്ന ബാബിലാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള നമസ്കാരം എന്ന ഹെഡിങ്ങിൽ ഈ സംഭവത്തെ കൊണ്ടുവരുന്നു. ഇസ്തിഗാസയ്ക്ക് തെളിവാ? ഇതിനൊക്കെയാണ് തെളിവ്, ഈ വിഷയത്തിനാണ് തെളിവ്. അതുകൊണ്ടാണ് അവർ പ്രത്യേകമായ ബാബ് കൊടുത്തുകൊണ്ട് ഉദ്ധരിക്കുന്നത്. ഞാൻ നിങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്, സർവ്വ മുസ്ലിയാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ, ഒരു മുഹദ്ദിസിനെ കൊണ്ടുവരാൻ കഴിയുമോ? അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ ഏതെങ്കിലും പണ്ഡിതനെ ഹാജരാക്കാൻ കഴിയുമോ? ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബദർ ശുഹദാക്കളെ വിളിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്തുവാൻ, തവസ്സുൽ നടത്തുവാൻ ഈ സംഭവം തെളിവാണ് എന്ന് പറഞ്ഞ ഒരു ഉദ്ധരണി കൊണ്ടുവരാൻ സർവ്വ മുസ്ലിയാക്കന്മാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇനി ഈ മുസ്ലിയാൽ പറഞ്ഞു വെക്കുന്ന മറ്റൊരു വിഷയം, അത് നിങ്ങൾ കേട്ടോ, അദ്ദേഹം തന്നെ പറയട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾ കേട്ടല്ലോ. ഇയാൾ ഇപ്പൊ എന്റെ വെല്ലുവിളിക്ക് മറുപടി കൊണ്ടുവന്ന ഓദ്യ ആയത്ത് ഏതാ? ഇയാൾ നേരത്തെ ഓദ്യ അതേ ആയത്ത് തന്നെ, ഇൻതദുഹും ലാ യസ്മഉ ദുആക്കും. ഞങ്ങൾ ചോദിക്കുന്നു, ഈ ആയത്തിൽ എവിടെയാണ് മരണപ്പെട്ടുപോയ മഹാത്മാക്കളെ വിളിച്ചാൽ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ, ഔലിയാക്കന്മാരെ വിളിച്ചാൽ ഷിർക്കാണ് എന്ന് എവിടെയാണുള്ളത്? ഇൻ തദുഹും എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകളൊക്കെ പറഞ്ഞു എന്താണ്? ഇൻ തദുൽ അസ്നാമ, ബിംബങ്ങൾ നിങ്ങൾ വിളിച്ചാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളെ വിളി ഒരു കേൾക്കൂല. എന്ത് സ്പഷ്ടമായി എല്ലാവർക്കും മനസ്സിലായി. ബിംബങ്ങളെ വിളിച്ചാൽ കേൾക്കൂലല്ലോ, അവർക്ക് ബുദ്ധിയും അതുപോലെ തന്നെ ഹയാത്തും ഇല്ലല്ലോ. പരിശുദ്ധ ഹദീസ്, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങൾ ആപൽ, ബുദ്ധിമുട്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുമ്പോ നിങ്ങൾ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുമ്പോ നിങ്ങൾ എന്നെ വിളിച്ചോളി എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ തന്നെ ശിർക്ക് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കാല് കോച്ചിയപ്പോ എന്താ വിളിച്ചത്? അൽ അദ്ബുൽ മുഫ്രദിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന കാര്യമാണ്. അവിടുന്ന് വിളിക്കുന്നു യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞത്. ഇബ്നു ഉമർ തങ്ങൾ നിങ്ങളെ കണക്ക് പ്രകാരം മുശ്രിക്കാം. മാത്രമല്ല ഇല്ലത്താനിയിൽ കുടുങ്ങിയ നിങ്ങൾ കേനമുകാരനാണ് എങ്കിൽ നല്ല വേർക്കും നിങ്ങൾ കേൾക്കുമ്പോ ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ഉജീബന്നഹു, റസൂലുള്ളാഹി തങ്ങളെ ഖബറിന്റെ അടുക്കൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉമ്മത്തിൽപ്പെട്ട ആളായിട്ട് തന്നെ വന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ വിളിക്കും. എന്ത്? യാ നബി, യാ മുഹമ്മദ് എന്ന് വിളിക്കൂത്രേ. എന്താ ദുആ ആക്കുന്നില്ല നിങ്ങൾ പറഞ്ഞേനെ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരിയിലേക്കൂലേ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താണ്ടി പോയിട്ട്. അപ്പൊ അവിടുന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കൂത്രേ. അപ്പോഴോ റസൂലുള്ളാഹി തങ്ങൾ ഉത്തരം ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. ഈ വഹാബികൾ ഏത് കാട്ടുന്ന നീച്ചു വരിക? നമ്മുടെ മുസ്ലിങ്ങളുടെ ഭാഷാശുദ്ധി ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ കാര്യമാക്കണ്ട. അത് അടക്കല്ല ഇങ്ങനെ വരും. ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം, വഹാബികൾ ഏത് കാട്ടിൽ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് എന്നാണ്. കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന കുറെ സന്യാസിമാര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ, സൂഫി സന്യാസിമാർ. അവർക്ക് വലിയ മഹത്വം നൽകി വലിയ ഔലിയാക്കന്മാരായിട്ട് നിങ്ങളെല്ലാം കൊണ്ടുനടക്കണത്. അപ്പോ ആ കാടുമായി ബന്ധപ്പെട്ട കഥകൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. തൽക്കാലം ആ കാട്ടിൽ നിങ്ങൾ തന്നെ നിന്നാ മതി. ഇവിടെ നമ്മുടെ വിഷയം അതല്ല മുസ്ലിയാരെ. ഇവിടെ ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമീഉ മസ്തജാബു ലക്കും. ഞാൻ പറഞ്ഞിരുന്നു, മൺമറഞ്ഞു പോയ മഹാന്മാരോടുള്ള സഹായത്തേട്ടം, ഇസ്തിഗാസ, അത് ഷിർക്കാണ്. അത് ഷിർക്കാണെന്ന് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ തെളിയിച്ചു. അപ്പൊ എന്റെ മീശയെ ചൂണ്ടി, എന്റെ താടിയെ ചൂണ്ടി വെല്ലുവിളിച്ചു ഒരു മുഫസ്സിറിനെ കൊണ്ടുപോയെന്ന്.
ഞാൻ ഇമാം ഖുർത്തുബി റഹിമഹുള്ളയെ കൊണ്ടുവന്നുകൊണ്ട് ഈ വിഷയം തെളിയിച്ചു തന്നു. എന്താ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും എന്ന് പറഞ്ഞാൽ ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിൻ നവാഇബി ലാ യസ്മഉ ദുആഅകും, പ്രയാസഘട്ടങ്ങളിൽ പ്രതിബന്ധ ഘട്ടങ്ങളിൽ നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തിയാൽ ആ ഇസ്തിഗാസ അവർ കേൾക്കില്ല. വലൗ സമയോ, ഇനി കേട്ടാൽ പോലും ഉത്തരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. ഇത് ഞാനിവിടെ ഇത് ഉദ്ധരിച്ചപ്പോ ഇത് അസ്നാമുകളെ സംബന്ധിച്ചാണ്, ജമാഅത്തുകളെ സംബന്ധിച്ചാണ്, അതല്ലാത്ത ആളുകളെ പറ്റിയല്ല എന്നിവിടെ മുസ്ലിയാർ പറഞ്ഞു. ആ ഭാഗം മുസ്ലിയാർ ഇവിടെ വീണ്ടും ഉദ്ധരിക്കുന്നുണ്ട്. മുസ്ലിയാരെ, ജമാഅത്തുകളെ സംബന്ധിച്ചും ജമാഅത്തുകളല്ലാത്ത ബുദ്ധിമാന്മാരായ ആളുകളിലേക്ക് ഇത് മടങ്ങുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാര് പറഞ്ഞു? ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞു. ആ ഭാഗം ഞാൻ കേൾപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ആ വിഷയം വീണ്ടും ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത ക്ലിപ്പിൽ ആ വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കും. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ വിളിച്ചു ഇസ്തിഗാസ നടത്തിയാൽ ആ ഇസ്തിഗാസ അവർ കേൾക്കില്ല. ഏത് പ്രയാസഘട്ടങ്ങളിലും ഏത് പ്രതിബന്ധ ഘട്ടങ്ങളിലും നിങ്ങൾ അവരെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയാൽ അവർ കേൾക്കില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുടെയും വിഗ്രഹങ്ങൾ കൊത്തിയുണ്ടാക്കി കഅബയുടെ ഉള്ളറകളിൽ കൊണ്ടുവന്ന് വെച്ച മക്ക മുശ്രിക്കീങ്ങളോട് ഖുർആൻ സംസാരിക്കുകയാണ്. ഇല്ല, അവർ കേൾക്കില്ല, അവർക്ക് കേൾക്കാൻ സാധ്യമല്ല. ഇനി പോകട്ടെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ജീവനോടുകൂടി ഇരിക്കുന്ന ആളുകളാണെങ്കിലോ? അവിടെയാണ് ഞാൻ വീണ്ടും ഈ ഭാഗം ഉദ്ധരിച്ചു. മുസ്ലിയാരെ കണ്ടില്ലേ? ഇമാം ഖുർത്തുബി ഉദ്ധരിച്ച് ഈ ഭാഗം ഞാൻ കേൾപ്പിച്ചു. മുസ്ലിയാർ ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരക്ഷരം പോലും മിണ്ടിയില്ല. എന്താ പറഞ്ഞ ഭാഗം? വഖീല ഐ ലൗ ജഅൽനാ ലഹും ഉഖൂലൻ വഹയാതൻ ഫസമിഉ ദുആഅകും. ഇനി ആ ജമാഅത്തുകൾക്ക് ജീവൻ നൽകിയാലോ? ലാത്തയ്ക്ക് ജീവൻ കൊടുത്താലോ? ലാത്ത ആരാണ്? അവർക്കിടയിൽ അറിയപ്പെട്ട ഒരാളാണ് ലാത്ത. ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾക്ക് ഗോതമ്പ് കഞ്ഞി കൊടുക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വിഗ്രഹം കൊത്തിവെച്ചവർ ആരാധിച്ചു. ശരിയാണ്, ലാത്തയ്ക്ക് വിഗ്രഹം ഉണ്ടായിരുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയ്ക്ക് വിഗ്രഹം ഉണ്ടായിരുന്നു, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുടെ പേരിൽ വിഗ്രഹം ഉണ്ടായിരുന്നു. ഇനി അവർ ലൗ ജഅൽനാ ലഹും ഉഖൂലൻ വഹയാത, അവർ ജീവിച്ചിരിക്കുന്ന ആളുകളാണെങ്കിലോ, ജീവനോടുകൂടിയുള്ള ആളുകളാണെങ്കിലോ? ഫസമിഉ ദുആഅകും. ഇപ്പൊ ജമാഅത്ത് അല്ലല്ലോ, ജമാഅത്തിൽ നിന്ന് മാറിയോ മുസ്ലിയാരെ? മാറിയോ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഈ വിഷയം? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന ഭാഗം? ഇപ്പോൾ അവർ ആരാണ്? ജീവനോടുകൂടി ഇരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഇമാം ഖുർത്തുബി പറയുന്നു, ഫസമിഉ ദുആഅകും, നിങ്ങളുടെ ഈ പ്രാർത്ഥന അവർ കേൾക്കും. ഏത് പ്രാർത്ഥന? ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിൻ നവാഇബ്, പ്രയാസഘട്ടങ്ങളിൽ പ്രതിബന്ധ ഘട്ടങ്ങളിൽ നിങ്ങൾ വിളിക്കുന്ന ഈ ഇസ്തിഗാസയുണ്ടല്ലോ, ഈ പ്രാർത്ഥനയുണ്ടല്ലോ, ഈ വിളിയുണ്ടല്ലോ, അവർ ഇത് കേൾക്കും. ആ ദുആ അവർ കേൾക്കും. പക്ഷേ വലമസ്തജാബു ലക്കും അലൽ കുഫർ, അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും, അതാണ് വലോ സമയോ മസ്തജാബു ലക്കും, അവർ കേട്ടാൽ പോലും ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അവിടെ നിർത്തിയിട്ടില്ല. അള്ളാഹു ഈ ജാതി മൗലിയാക്കന്മാർ പിൽക്കാലത്ത് വരുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് വലോ സമയോ എന്ന പദത്തിലൂടെ എന്ത് ഈ ആ വിഷയം അവിടെ സ്ഥാപിച്ചത്. കേട്ടോട്ടെ, ജമാഅത്തുകളുടെ ജീവനോടുകൂടി ഇരിക്കുന്ന ആളുകളായിക്കോട്ടെ, ഉത്തരം ചെയ്യാൻ കഴിയൂല, ഉത്തരം ചെയ്യാൻ കഴിയില്ല. അതിവിടെ വളരെ കൃത്യമായി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം തഫ്സീറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകമാണ്. മുസ്ലിയാക്കന്മാരെ വായിച്ചു പഠിക്കോ. അത് മാത്രമല്ല, ഇത് തഫ്സീർ ത്വബരി, ആ തഫ്സീർ ത്വബരിയിലും നമുക്ക് ആ ഭാഗം വായിക്കാം. ബിഅൻ ജുഇല ലഹും സമഉൻ യസ്മഊന ബിഹി മസ്തജാബു ലക്കും. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞു വെച്ച അതേ വാചകം അവർ കേൾക്കും. ജീവനോടുകൂടി വരുന്നാൽ അവർ കേൾക്കും. പക്ഷേ ലഹും സമഉൻ യസ്മഊന ബിഹി മസ്തജാബു ലഹും, അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. അപ്പൊ അസ്നാമുകളെ സംബന്ധിച്ച് മാത്രമാണോ? ജീവനോടുകൂടി ഇരിക്കുന്ന ആളുകൾ അവർക്ക് ഇത് കേൾക്കാൻ സാധ്യമല്ല എന്ന് ഇമാം ഖുർത്തുബി, ഇമാം ത്വബരി തഫ്സീർ ഉദ്ധരിച്ചു. കേട്ട് എഴുതി വെച്ച് പഠിക്കും മൗലിയാക്കന്മാരെ. അപ്പൊ ജമാഅത്തുകളല്ല, ജമാഅത്തുകളുമുണ്ട്. ജമാഅത്തുകളല്ലാത്ത ആളുകൾ, ആ ജമാഅത്തുകൾ ജീവിച്ചിരുന്നാൽ പോലും ഉണ്ടാകുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ടത് എന്ന് രണ്ട് തഫ്സീർ ഗ്രന്ഥങ്ങൾ ഞാൻ ഇവിടെ ഉദ്ധരിച്ചു.
മുസ്ലിയാരെ മനസ്സിലായോ? പിന്നെ മുസ്ലിയാർ എന്ത് ചെയ്യാ? എന്നീ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുണ്ട് ജീവിതകാലത്തല്ലേ. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഈ വിഷയം തീരുമാനാക്കുക. നിങ്ങൾ ചാടിപ്പോകല്ലേ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അങ്ങ് നിൽക്ക്. ആദ്യം അന്ധനായ മനുഷ്യന്റെ കാര്യം പറഞ്ഞു, അതൊക്കെ തീരുമാനമാകട്ടെ. പിന്നെ ഇബ്നു റളിയല്ലാഹു അൻഹു കാല് കോച്ചിയപ്പോൾ യാ മുഹമ്മദ് എന്ന് വിളിച്ചു. ഇതൊക്കെ നിങ്ങളുടെ സ്ഥിരം പല്ലവിയിൽ വരുന്ന സംഭവങ്ങളല്ലേ, ഉദ്ധരിച്ച വിഷയമല്ല. ഇവിടെ ഈ വിഷയം തീരുമാനമാകട്ടെ. പിന്നെ പറഞ്ഞു ഇല്ലത്താനിയിൽ കുടുങ്ങിയ കഥയൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ലത്താനിയൊക്കെ പഠിപ്പിച്ചു തരാം, നിങ്ങൾ ബേജാറാകണ്ട. ലഇൻ ഖാമ അലാ ഖബരി, അതെ ഈസാ നബി അലൈഹിസ്സലാം വന്നാൽ, ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകന്റെ ഖബർ അരികിലേക്ക് വന്നാൽ ഉത്തരം കിട്ടിയില്ലേ? ഇല്ലത്താനി പഠിക്കാത്തതിന് കുഴപ്പമാ, നിങ്ങൾക്കത് കുറവുണ്ട്. നിങ്ങളുടെ കുറവുള്ളത് ഞങ്ങൾ പഠിപ്പിച്ചങ്ങ് തരും. ആ ഇല്ലത്താനി ഏതാണെന്നെല്ലാം വ്യക്തമാക്കി തരാം. അപ്പോ നിങ്ങൾ എന്താ പറയുക, ഈസാ നബി അലൈഹി സ്വലാമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ച് തൗഹീദിലേക്ക് നിങ്ങൾ പോന്നാ മതി കേട്ടോ. ആ ഈസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേൽ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആ തൗഹീദ് ഞങ്ങൾ പഠിപ്പിച്ചുതരാം മുസ്ലിയാരെ. ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യാ, ആ വിഷയമല്ല നമ്മുടെ ചർച്ച ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ വാ. അതങ്ങ് തീരുമാനമാക്കിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാ, അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളെ ആരാണ് കാട്ടിലേക്ക് പോകേണ്ടതൊക്കെ നമുക്കപ്പോ തീരുമാനിക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇൻ തദ്ഉഹും എന്ന വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടെ പ്രതിപാദിച്ചു. ജമാഅത്തുകൾ മാത്രമല്ല, അതിൽ ജീവനോടുകൂടിയുള്ള മനുഷ്യരാണെങ്കിൽ പോലും അത് കേട്ടു എന്ന് സങ്കല്പിച്ച് കേട്ടാൽ പോലും ഉത്തരം ചെയ്യാൻ സാധ്യമല്ല എന്നിവിടെ പറയുമ്പോൾ ജമാഅത്തുകൾ മാറി. അപ്പോ ഇനി ബാക്കിയുള്ള ചില വിഷയങ്ങൾ കൂടിയുണ്ട്, അത് മുസ്ലിയാർ തന്നെ പറയട്ടെ. ശേഷം ഇൻഷാ അല്ലാഹ് തഫ്സീർ ഖുർത്തുബി. സഹോദരൻ, ഇതൊന്നും ഞങ്ങൾ കാണാത്തതല്ല, എത്ര കണ്ടതാ. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് എത്ര ഓതിയതാണ്, എത്ര ഞങ്ങൾ നിങ്ങളെ പിടികൂടിയതാണ്. ഇയാൾ വായിച്ച ഭാഗമൊന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കല്ലേ, ഇയാൾ വെച്ച കോലത്തില്. ഇയാൾ വെക്കുന്ന നല്ല രസമുണ്ട്. വയോമിൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ പറയാ, ഐ യജ്ഹദൂന അന്നക്കും അബത്തുമുഹും വയതബറഊന മിൻകും. നിങ്ങൾ ആരാധിച്ചിരുന്ന ആളുകളുണ്ടല്ലോ, അവരെന്താവും ഖിയാമത്ത് നാളിൽ നിങ്ങൾ പറഞ്ഞ ഈ വിഷയത്തെ നിഷേധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവര് പറയാ, സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇലൽ മഅബൂദിന. അയാൾ വെച്ച അർത്ഥം പ്രകാരം നമുക്ക് നോക്കട്ടോ. ഏത് ഇൻ തദൂഹും ലാ യസ്മഉ എന്നുള്ള ആ ആയത്ത് എങ്ങോട്ടും മടങ്ങും, ചില ആരാധ്യന്മാരിലേക്കും മടങ്ങും. കൽ മലായിക്കത്തി, മലക്കുകളെ പോലെ. അപ്പൊ മലായിക്കത്തിങ്ങൾ നമ്മൾ വിളിച്ചാൽ എന്താവൂല, മലായിക്കത്തിങ്ങൾ കേൾക്കൂല. വൽ ജിന്നി, ജിന്നിലേക്കും. എന്നെ കൊണ്ട് പറയിക്കണ്ടെങ്കിൽ കേരളമാരനായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. വൽ അംബിയ, ഈ അംബിയാക്കന്മാരിലേക്കും വശയാത്തീനി, ഷെയ്ത്താന്മാരിലേക്കും ഒക്കെ മടങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥപ്രകാരം അംബിയാക്കന്മാരും ഔലിയാക്കന്മാരും ജിന്നുകളും മലക്കുകളും അവരെ വിളിച്ചാൽ കേൾക്കൂല. ഖുർത്തുബി തങ്ങൾ പറഞ്ഞത് സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ പറഞ്ഞ മാതിരി ഇന്തദ്രോഹിന്റെ അവിടേക്ക് അത് മടങ്ങൽ അനുവദനീയമാണെന്നല്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പെടാപ്പാട് പെടും എന്റെ സഹോദര. ഇവിടെ സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും എന്ന് പറഞ്ഞ ഈ ഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് മടങ്ങൽ അനുവദനീയമാകും. എവിടേക്ക്? മലക്കുകളെ പോലെ, ജിന്നുകളെ പോലെ, അമ്പിയാക്കന്മാരെ പോലെ. കാരണം എന്താണ്? അതിനുശേഷം ഒന്നുകൂടി വായിച്ചാൽ ഏത് ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാകും. ഐ യജ്ഹദൂന അൻ യകൂന മാ ഫഅൽതുമുഹു ഹഖ. അവര് സത്യമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ, മലായിക്കത്തുകൾ ആരാധിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകളുണ്ട്, അവർക്കൊക്കെ എന്താക്കും? ഖിയാമത്ത് നാളിൽ ഇത് നിഷേധിക്കും. ഈ മലായിക്കത്തുകൾ അവർ ചെയ്ത പ്രവർത്തിയൊക്കെ നിഷേധിക്കും എന്ന് പറയാനാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഹാദ എങ്ങോട്ടേ മടങ്ങുള്ളൂ? വയോമൽ ഖിയാമത്ത് യക്ഫുറൂന ബിശിർക്കിക്കും എന്നിടത്തേക്ക് മടങ്ങുള്ളൂ. അതിന് നെഹു പറയണ്ടേ, കിതാബ് ഓതി പഠിക്കണ്ടേ? ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. ഇതേതാ കിതാബ് എന്നറിയോ സനീറെ? തല ഇറങ്ങെടുത്തിട്ടോ കണ്ടിട്ട്. ഇത് അൽഫിയ എന്ന് പറയും കിതാബ്. ഇത് ദർസിലൊക്കെ ഓതി പഠിക്കണ കിതാബാ. ഇതില് ഇഷാറത്തിന്റെ ഇസ്മിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഹാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻതദൂഹിന്റെ അടുക്ക് പോകില്ലാന്നും ഈ യൗമൽ ഖിയാമത്ത് യക്ഫുറൂന ബിശിർക്കിക്കും എന്നിടത്തേക്ക് മാത്രമാവണമെന്നല്ലേ? അത് ഞാൻ പഠിപ്പിച്ചുതരാം എങ്ങനെയാണെന്ന്. ഇത് കേട്ടോ. വബിൽ ഉലാ ആശിർ ലിജംഇൻ മുത്ലഖ വൽ മദ് ഔലാ വാലദൽ ബുഅദ് ഇന്തിഖ ബിൽ കാഫി ഹർഫൻ ദൂന ലാമിൻ ഔ മഅ വല്ലാ മുഖദ്ദം തഹാ മുംതനിഅ. ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് തങ്ങൾ പറയാ, എന്താണ് ഇതിലൂടെ പറയണെന്നറിയോ? ഞാൻ അന്തം പെടണ്ടേ. എന്താ പറയണത്? ബഹുമാനപ്പെട്ടവരിവിടെ ഈ ഹാദ എന്ന് പറയുന്ന ലമീറുണ്ടല്ലോ, ഈ ഒന്നില്ലെങ്കിൽ അഫ്ദലുലമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ. അവരെ ഈ നഹുൽ വാദി എന്ന് പറഞ്ഞ കിതാബ് ഉണ്ടാവും, ഒന്നെങ്കിൽ അത് നോക്കുക, അല്ലെങ്കിൽ നെറ്റിലെങ്കിൽ അടിച്ചു വെക്കുക. ഈ ഹാദയും ദാലിക്ക് തമ്മിലുള്ള ഫർക്ക് എന്താണെന്ന്. ഈ ഹാദ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം എനിക്ക്? ഹാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖരീബിലേക്ക് ഇഷാറത്താക്കാനാണ്. അപ്പൊ ഖരീബ് ഏതാണ് ഇവിടെ? യൗമുൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും എന്നാണ്. അതാണ് അവിടെ ഉദ്ദേശം.
അല്ലാതെ ഇന്തദൂഹും എന്നല്ല. ഇന്തദൂഹും എന്നായിരുന്നുവെങ്കിൽ സുമ്മ യജൂസ് അൻ യർജി അദാലിക എന്ന് ബഹുമാനപ്പെട്ടവർ ഇബാറത്തിടുമായിരുന്നു. അതിന് നെഹ പറയണ്ടേ? ഇപ്പോ മുസ്ലിയാർ യാ ഇബാദല്ലയിൽ വല്ലാതെ കയറി പിടിച്ചിരിക്കുകയാണ്. മൗലിയാരെ, ആ മാറാപ്പുമായി ഞങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതില്ല. അങ്ങനെയുള്ള മാറാപ്പുമായി വന്നവർക്ക് വളരെ കൃത്യമായി ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം അതൊന്നും നിങ്ങൾ ഇവിടെ വിളമ്പി രക്ഷപ്പെടാൻ നോക്കണ്ട. യാ ഇബാദല്ല നിങ്ങൾ കൊണ്ടുവന്നാലും മുജാഹിദുകൾക്ക് പറയാനുള്ള മറുപടി വളരെ കൃത്യമായി പറയും. മലക്കുകളെ വിളിച്ചോ, മലക്കുകളെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തിയാൽ ശിർക്കാണ് മുസ്ലിയാരെ. ജിന്നുകളെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തിയാൽ അത് ശിർക്കാണ്. അത് മുജാഹിദുകൾ പണ്ടേക്ക് പണ്ട് പ്രഖ്യാപിച്ച ഒന്നാണ്. യാ ഇബാദല്ലാ എന്ന മാറാപ്പുമായി ഇറങ്ങിയവർക്ക് മുമ്പിൽ വളരെ കൃത്യമായി നിലപാട് പ്രഖ്യാപിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ആ ജാതിയൊന്നുമായി ഇങ്ങ് ഇറങ്ങേണ്ടതില്ല. അവിടെ കൃത്യമായ മറുപടി ഞങ്ങൾ പറയും. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞവിടെ? അതായത് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, ഈ ഭാഗത്താണ് ഇമാം ഖുർത്തുബി സുമ്മ യജൂസു അയർജിഅ ഹാദാ ഇലൽ മഅബൂദീൻ മിമ്മാ യഅകിലു കൽ മലായികതി വൽ ജിന്നി വൽ അംബിയായി വശയാത്തീൻ, ബുദ്ധിമാന്മാരായ ആരാധ്യന്മാരിലേക്ക് മടങ്ങും. ആ മടങ്ങൽ അനുവദനീയമാണ്. കൽ മലായികത്ത് മലക്കുകളിലേക്ക്, വൽ ജിന്നി ജിന്നുകളിലേക്ക്, വൽ അംബിയാക്കന്മാരിലേക്ക്, വശയാത്തി ശൈത്വാനികളിലേക്ക്. അതായത് ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമ്പോൾ അവർ വിളിച്ച് ഇസ്തിഗാസ നടത്തിയ, അവർ ആരാധിച്ച ആരാധ്യന്മാർ അവിടെ കടന്നു വരികയും അവർ ആരാധനയെ നിഷേധിക്കുകയും ചെയ്യും എന്ന ഭാഗം. അപ്പൊ ഇദ്ദേഹത്തിന്റെ പരാതി എന്താണെന്നറിയോ? ഇത് എന്ന ആ ഭാഗത്ത്, ആയത്തിന്റെ ആ തുടക്ക ഭാഗത്ത് ഉദ്ധരിച്ചില്ല. അത് യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും എന്ന ഭാഗത്താണ് ഉദ്ധരിച്ചത്. അത് അവിടെ ഉദ്ധരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമായിരുന്നോ? നിങ്ങൾ സ്വീകരിക്കുന്നത് തുറന്ന് പറയുക. മുസ്ലിയാരെ, ഇത് ഇമാം ഖുർത്തുബി ഇപ്പൊ നിങ്ങൾ ഹാദാ എന്ന് പറഞ്ഞാൽ അത് കരീബിനെ പറ്റിയാണ്, എന്ന് പറഞ്ഞാൽ ബഈദിനെ പറ്റിയാണ് എന്നൊക്കെ നിങ്ങൾ അൽഫിയാക്കി എടുത്തിട്ട് ഇതൊക്കെ വായിച്ചു പഠിക്കണം. ഇതൊക്കെ പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞ് വലിയ കിതാബെല്ലാം കാണിച്ച് അങ്ങ് പേടിപ്പിക്കുകയാണ്. മൗലിയാക്കന്മാരെ, ആ ജാതി പേടിയുടെ കാലം കഴിഞ്ഞു പോയില്ലേ? ഇതൊക്കെ ഇപ്പോ ആൾക്കാർ നേർക്കുനേരെ കാണല്ലേ? വലിയ കിതാബെല്ലാം കാണിച്ചിട്ട് മൂപ്പരിക്കിനെ ആ അൽഫിയ എടുത്തിട്ട് ഇങ്ങനെ വായിക്കുകയാണ്. ഹാദാ എന്ന് പറഞ്ഞാൽ ഇതാണ്, ദാലിക എന്ന് പറഞ്ഞാൽ ഇതാണ്. മൗലിയാക്കരെ, നിങ്ങൾ പള്ളി ദർസിലെ മൗലിയാക്കന്മാർ, ചെറിയ കുട്ടികളില്ലേ, മുത്താലിമിങ്ങൾ പോയി പഠിപ്പിക്കുക കേട്ടോ. ഹാദായും ദാലികായൊക്കെ അത് കൃത്യമായി ഞങ്ങളുടെ മദ്രസ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു തരും. അപ്പോ അതിനെ പറ്റിയല്ലേ ഇവിടുത്തെ ചർച്ച. നിങ്ങൾക്ക് ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ നിങ്ങളുടെ വിഷയം എന്താ? ഇത് ഇമാം ഖുർത്തുബി ഉദ്ധരിച്ച ഈ ഭാഗം അത് കുറച്ച് മേലേക്ക് വന്നിരുന്നെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുവോ? ഇസ്തിഗാസ ശിർക്കാണെന്ന് അംഗീകരിക്കുവോ? ബദർ ശുഹദാക്കളെ വിളിക്കൽ ശിർക്കാണെന്ന് അംഗീകരിക്കുവോ? നിങ്ങൾ തുറന്ന് പറയും. എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ തെളിയിച്ചങ്ങ് തരാം. ഹാദാക്കി തരാം. ദാലിക വേണ്ട, ഹാദ തന്നെ ആക്കി തരാം. മുസ്ലിയാരെ, ആദാക്കി തരാം കേട്ടോ. ഇവിടെ നിങ്ങളുടെ പരാതി ഏതാണെങ്കിൽ നിങ്ങളുടെ പരാതികൾ തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ എന്റെ കയ്യിലുള്ള ഒരു തഫ്സീറുണ്ട്. ആ തഫ്സീർ നിങ്ങൾ അംഗീകരിക്കുന്ന തഫ്സീറാണ്. ഇസ്മായിൽ ഹക്കി അൽ ബറൂസവിയുടെ റൂഹുൽ ബയാൻ. ആ റൂഹുൽ ബയാൻ തഫ്സീർ എടുക്കുക. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും എന്ന ഭാഗത്തേക്കൊന്നും പോകണ്ട. തൊട്ട് മേലേക്ക് തന്നെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞു, വയജൂസു അയ്യുരീദ കുല്ലു മഅബൂദി മിൻ ദൂനില്ലാഹ് മിനൽ ജിന്നി വൽ ഇൻസി വൽ അസ്നാം. വായിച്ചോ? ഹാദയാണ്, ദാലികയല്ല, കരീബാണ്. കരീബായി തന്നെ പഠിച്ചോ. എന്താ അദ്ദേഹം പറഞ്ഞത്? അനുവദനീയമാണ്. ഉദ്ദേശിക്കപ്പെടൽ കുല്ലു മഅബൂദ്, എല്ലാ മഅബൂദികളിലേക്ക് മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേയുള്ള മിനൽ ജിൻ, ജിന്നുകൾ, വൽ ഇൻസ്, മനുഷ്യർ. ആ മനുഷ്യരായ ആളുകളോട് നിങ്ങൾ വിളിച്ചു ഇസ്തിഗാസ നടത്തിയാൽ ആ ഇസ്തിഗാസ അവർ കേൾക്കില്ല. ഇനി കേട്ടാലോ ഉത്തരം ചെയ്യാൻ കഴിയില്ല. അതാരാ? ആരെ പറ്റിയ പ്രതിപാദം? വൽ അസ്നാം, അസ്നാമുമുണ്ട്, ജമാദാത്തുമുണ്ട്, ഇൻസുമുണ്ട്, ജിന്നുമുണ്ട്. ഇത് ആ യൗമുൽ ഖിയാമയുടെ ഭാഗത്തല്ല, കുറച്ച് മുന്നെയാണ്.
ഇസ്മായിൽ ലിക്കി അൽ ബറൂസവിയുടെ തഫ്സീർ വായിച്ചു പഠിച്ചോ, ഹാദ കിട്ടും കേട്ടോ. നിങ്ങൾ ഈ അൽഫിയാക്ക് കിതാബൊക്കെ വലിയ കിതാബൊക്കെ എടുത്ത് എന്റെ മുസ്ലിയാരെ നിങ്ങൾ താഴെ കുടിഞ്ഞു വീഴണ്ട, ഇടങ്ങേറാകാണ് നിങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇത്ര ഇടങ്ങേറാകേണ്ട കാര്യമില്ല. അതിന്റെ 14-ാമത്തെ വാള്യത്തിലെ 336-ാമത്തെ പേജ് നിങ്ങൾ പരിശോധിക്കുക. അപ്പൊ കുറച്ച് മുന്നേ കിട്ടും. അപ്പോൾ ആ പ്രശ്നം തീർന്നോ? ഇനി ഇവിടെ രണ്ടാമത്തെ വിഷയം ഇമാം ഖുർത്തുബി ഇവിടെ പറഞ്ഞു വെച്ച വിഷയം വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും എന്ന് പറഞ്ഞു വെക്കുന്നല്ലോ. ബുദ്ധിമാന്മാരായ ആരാധകന്മാരിലേക്കും ഇത് മടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഇമാം ഖുർത്തുബി കുറച്ച് മുന്നേ പറഞ്ഞില്ല, ശേഷം അവസാനം കൊണ്ടേ പറഞ്ഞു. അതാണോ പരാതി? ആരാ വരുന്ന ഖിയാമത്ത് നാളിൽ? ആരാധന്മാരായ ആളുകൾ. ഏതാരാധന്മാർ? മുസ്ലിയാരെ പെട്ടുപോവാണ്, ഒരു നിർവാഹമില്ല. എനിക്കിപ്പോ നിങ്ങൾ ഇങ്ങനെയൊന്നും പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല, പക്ഷേ നിർവാഹമില്ല. നിങ്ങൾ യാ ഇബാദല്ലാഹ് പൊക്കിക്കൊണ്ട് വന്നതായതുകൊണ്ട് കുറച്ച് നിങ്ങളെ പറ്റി പറയണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തിയാൽ ആ ഇസ്തിഗാസ അവർ കേൾക്കില്ല എന്നിവിടെ പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? ആരെ കുറിച്ചാണ്? അതെ, ആരെ കുറിച്ചാണ് എന്നാണ്. വയൗമുൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും എന്ന് പറയുന്ന ഭാഗത്ത് ഇമാം ഖുർത്തുബി വിശദീകരിക്കുന്നു. അത് മുമ്പ് പറഞ്ഞില്ലെങ്കിലും ശേഷം പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല. മുമ്പേ പറഞ്ഞാലേ സ്വീകരിക്കുള്ളൂ എന്നാണോ? അല്ല. ഈ ആരാധ്യന്മാർ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നുവോ ആ ഇസ്തിഗാസ നടത്തുന്നവർ, അത് നിങ്ങൾ സങ്കല്പിക്കുന്ന, നിങ്ങൾ ആരോടാണ് അല്ലാഹുവോടുള്ള പ്രാർത്ഥന ദുആ സമർപ്പിക്കുന്നത്, അവർ ഇലാഹുകളാണ്. അവർ ഇലാഹുകളാണ്, ആരാധ്യന്മാരാണ്. ആരാധ്യന്മാർ ആരൊക്കെയാണ്? അതെ, അമ്പിയാക്കന്മാർ, ബുദ്ധിമാന്മാരായ ആളുകൾ, അമ്പിയാക്കന്മാർ, ജിന്നുകൾ, മലക്കുകൾ. അവർ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവർ ഒരുമിച്ച് കൂട്ടും. അവർ നിഷേധിക്കും, അവർ അറിയില്ല എന്ന് പറയും. അപ്പോൾ അമ്പിയാക്കന്മാർ കേൾക്കില്ല. അവരുടെ നടത്തിയ ആരാധനയെ സംബന്ധിച്ച് അവർക്കൊരു അറിവുമില്ല. അവർ കേൾക്കുന്നവരാണെങ്കിൽ, അറിയുന്നവരാണെങ്കിൽ അള്ളാഹുവോട് പറയൂലേ, അള്ളാഹ് ഞങ്ങൾക്ക് ഞങ്ങൾ അറിഞ്ഞു, ദുനിയാവിൽ ഞങ്ങളെ അവർ വിളിച്ച്, ഞങ്ങൾ മരണപ്പെട്ടു പോയ ശേഷം ഞങ്ങളെ വിളിച്ചിട്ട് അവർ ആരാധിച്ചു, ആരാധനകൾ കേട്ടവരാണ്, അറിഞ്ഞവരാണ്, ഞങ്ങൾക്ക് ഇവരെ പറ്റി അറിയാം എന്നല്ല പറയുന്നത്. പിന്നെയോ അവരെ ആരാധിച്ച ആരാധനയെ തൊട്ട് അവർ നിഷേധിക്കുകയാണ്. അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ മരണപ്പെട്ടു പോയ അമ്പിയാക്കന്മാരായ ആളുകൾ കേൾക്കില്ല. അത് നിങ്ങൾ തന്നെ ഇപ്പോ ഇവിടെ സമ്മതിക്കുകയല്ലേ? ഇങ്ങനെയൊക്കെയാണ് മുസ്ലിയാർ നിങ്ങൾ പെടുക എന്ന് പറഞ്ഞാൽ. മറ്റോ ഈ പെടുക എന്നതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഏതായിരുന്നാലും ഇവിടെ വളരെ കൃത്യമായി വ്യക്തമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ വിളിച്ചു ഇസ്തിഗാസ നടത്തിയാൽ ആ ഇസ്തിഗാസ നടത്തിയ ആളുകൾ ആരാണ്? അമ്പിയാക്കന്മാർ, മലക്കുകൾ, ജിന്നുകൾ, ശൈത്വാനുകൾ. അതുകൊണ്ടാണല്ലോ അവരെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഇവർ നിഷേധിക്കുന്നത്, ഈ പറയപ്പെടുന്ന നിഷേധിക്കുന്നത്. അപ്പോ ഹാദ എന്നത് ഇതിൽ നിന്ന് കിട്ടും മുസ്ലിയാരെ. മനസ്സിലായോ? ഇത് ഇമാം ഖുർത്തുബി വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് പറയുന്ന കാര്യമല്ല. മുമ്പ് പറഞ്ഞ എന്ന ആയത്തിന്റെ വ്യാഖ്യാനം, അതിന്റെ അവസാന ഭാഗത്ത് ഈ ശിർക്കിനെ നിഷേധിക്കും, ഖിയാമത്ത് നാളിൽ ഈ ശിർക്കിനെ ഇവർ നിഷേധിക്കും എന്ന് പറയുമ്പോൾ ആ നിഷേധിക്കുന്ന ആളുകൾ ആരാ? അമ്പിയാക്കന്മാർ. അതെ, അത് കുറച്ച് മേലേക്ക് വന്ന് അംഗീകരിക്കുമെങ്കിൽ ഞാൻ മേലേക്കുള്ളതെന്ന് പറഞ്ഞു. ഇസ്മായിൽ ലിക്കി അൽ ബറൂസവിയുടേത് നിങ്ങൾ എന്ത് ചെയ്യുക, കേട്ടുപഠിച്ചാൽ മതി. അത് കുറച്ചുകൂടെ മേലേക്കുള്ളതാ. അത് കുറച്ചും കൂടി ആദാ എന്നതിലേക്ക് എത്തുന്നതാണ്. മുതലിയാരെ, ഇതാണ് നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിന്റെ വെഡിത്തരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മുജാഹിദുകളാണ്. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾ, പൗരോഹിത്യമേ നിങ്ങൾ കൈവച്ചു. അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ പ്രവാചകന്റെ ഹദീസുകളിൽ കൈവച്ചുകൊണ്ട് പദർശോഹതാക്കളെ വിളിക്കാനും അതേപോലെ തന്നെ പ്രവാചകന്മാരെ, അമ്പിയാക്കന്മാരെ വിളിക്കാനും നിങ്ങൾ തെളിവുകൾ ഉദ്ധരിച്ചോ, ദുർവ്യാഖ്യാനിച്ചോ. ആ ദുർവ്യാഖ്യാനത്തെ ഞങ്ങൾ പിടികൂടി. അള്ളാഹുവിന്റെ കലാമ കൊണ്ട് ഞങ്ങൾ തെളിയിച്ചോ. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഖലീൽ ബുഖാരിത്തങ്ങൾ കപ്പലിലോ വള്ളത്തിലോ എവിടെ യാത്ര ചെയ്താലും ആ കപ്പൽ മറിയാൻ വേണ്ടി പോയാൽ വിളിക്കേണ്ടത് അള്ളാഹുവിനെ ആയിരിക്കണം. അതാണ് തൗഹീദ്, അതാണ് അഖ്ലസോ വവഹദോ എന്ന് ഇമാം റാസി രേഖപ്പെടുത്തിയത്. ആ തൗഹീദാണ്. മക്ക മുശ്രിക്കീങ്ങൾ പോലും ആ സന്ദർഭത്തിൽ വിളിച്ചത് അള്ളാഹുവിനെയാണ്. നിങ്ങൾ ബദരീങ്ങളെ വിളിക്കുന്നു, അള്ളാഹുവിന്റെ അമ്പിയാ
മുസ്ലിയാക്കന്മാരെ വിളിക്കുന്നു. വിളിച്ചാൽ അത് ശിർക്കാണ്. ആ ശിർക്ക് ഖിയാമത്ത് നാളിൽ നിങ്ങളെ കൊണ്ടുവരും. പ്രവാചകന്മാർ ഹാജരാക്കപ്പെടും, ആരാധ്യന്മാരെ കൊണ്ടുവരും. അവർ നിഷേധിക്കും. പരലോകത്തേക്ക്, നരകത്തിലേക്ക് തള്ളപ്പെടും. മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ ഈ ശിർക്കുമായി മുന്നോട്ട് പോയാൽ, അതുകൊണ്ട് തന്നെ ഈ ശിർക്കിൽ നിന്ന്, ഈ ശിർക്കിനെ വിഭാടനം ചെയ്തോ. അള്ളാഹുവിന്റെ ഗ്രന്ഥം ശക്തമായ താക്കീത് നിങ്ങൾക്ക് നൽകുകയാണ്. അള്ളാഹു സത്യം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും, നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.